Q4 റിസൾട്ടുകളുടെ കാലമാണ് ശനിയാഴ്ച, അതായത് 20th ഏപ്രിൽ ആൻഡ് 21st ഏപ്രിൽ. ശനിയും ഞാനും വീക്കെൻഡാണ്. ആ സമയങ്ങളിൽ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന കമ്പനികൾ അത് മൺഡേ ആക്ഷൻസിൽ വന്നേക്കാം, അതുപോലെ തന്നെ ഫ്രൈഡേ ആഫ്റ്റർനൂൺ സെഷനിലും ആ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മൂവ് സ്റ്റോക്കുകൾ കണ്ടേക്കാം. സോ നാളെ, അതായത് സാറ്റർഡേ 20th ഏപ്രിലിന് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ 7 കമ്പനികളാണുള്ളത്. അതിൽ ലാർജ് ക്യാപ്പിൽ നിന്നും HDFC ബാങ്കിൻ്റെ റിസൾട്ടാണ്. മിഡ് ക്യാപ്പ് കമ്പനിയായിട്ടുള്ള അലോക് ഇൻഡസ്ട്രീസ്, സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള ബൻസാലി എഞ്ചിനീയറിംഗ്, മൈക്രോ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള NB ഫുഡ്വെയർ, ATHL, PVB ഇൻഫ്ര, ഇൻഡസിൻ ബാങ്ക് ഹൗസിംഗ്, ഇങ്ങനെയുള്ള കമ്പനികളുണ്ട്. ഇനി ഞായറാഴ്ച റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരേ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ. അത് പെർസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്, IT സെഗ്മെൻറ്റിൽ നിന്നുള്ള പെർസിസ്റ്റൻറ്റ് സിസ്റ്റം. അപ്പം ശനിയാഴ്ചയും ഞായറാഴ്ചയും ഈ പറയുന്ന 8 കമ്പനികളാണുള്ളത്. ഇതിൽ അലോക് ഇൻഡസ്ട്രീസ് അതോ HDFC ബാങ്കിൻ്റെ റിസൾട്ട് മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. കാരണം ഡെപ്പോസിറ്റ് മൊബിലൈസേഷനും കാര്യങ്ങളുമായിട്ട്